ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷീബാസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കോളിഫ്ലവർ പെപ്പർ ഫ്രൈ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമേ ഒരു മസാല പൗഡർ ഒന്ന് റെഡിയാക്കണം. ഇപ്പോൾ പാനിലോട്ട് 1 ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കാം, 1 ടീസ്പൂൺ മല്ലി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, നല്ല ജീരകം വെക്കില്ലേ അത്. ഇതെല്ലാം കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്യാം. തീ കുറച്ച് വെച്ചിട്ട് ഇളക്കാം. ഇതിപ്പോൾ ഇവിടെ ആയിട്ടുണ്ട്. ലൈറ്റ് ബ്രൗൺ കളർ ആകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും മതി. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ നമുക്ക് ഇതൊന്ന് ആറാൻ വേണ്ടി മാറ്റി വെക്കാം. ആറി കഴിഞ്ഞിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കണം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് 2 ഏലക്ക, 2 ഗ്രാമ്പൂ, ചെറിയൊരു പീസ് പട്ട ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് സവാള അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. മീഡിയം സൈസിലെ 2 സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. 2 പച്ചമുളക്. ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ കുറച്ചൊന്ന് വഴന്നിട്ടുണ്ട്. ചെറുതായിട്ട് നിറമൊക്കെ ഒന്ന് മാറാൻ തുടങ്ങുന്നുണ്ട്. ഈ സമയത്ത് ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും ഇട്ട് കൊടുക്കാം. ഇനി ഇതും കൂടെ ചേർത്ത് നല്ലതായിട്ട് വഴറ്റാം. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലതായിട്ട് വഴന്ന് പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. ഈ സവാളയുടെ നിറമൊക്കെ കുറച്ചും കൂടെ ഒന്ന് മാറി ചെറിയൊരു ഗോൾഡൻ കളറൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. 1 മിനിറ്റ് നേരം ഒന്ന് ഇളക്കാം. ഇനി ഈ കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ളൊരു കോളിഫ്ലവർ ക്ലീൻ ചെയ്തിട്ട് ഈ ഒരു സൈസിലൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. 1/2 കിലോ വെയിറ്റ് വരുന്ന ഒരു കോളിഫ്ലവറാണ് എടുത്തേക്കുന്നത്. കുറച്ച് ചെറുതായിട്ടാണ് ഞാൻ അടർത്തി എടുത്തേക്കുന്നത്. അപ്പോൾ ഈ കോളിഫ്ലവർ മുങ്ങി കിടക്കത്തക്ക വിധത്തിൽ വെള്ളം ഒഴിച്ചിട്ട് അതിൽ 1 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് അതിനകത്ത് ഇട്ട് വെക്കണം. അപ്പോൾ ഇതിട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ്. ലോ ഫ്ലെയിമിലൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിലോട്ട് ശകലം വെള്ളം ഒന്ന് തളിച്ച് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണൊക്കെ വരുന്ന പോലെ അത്രയും മതി. ഇതൊന്ന് ഇതുപോലെ കൂട്ടി വെച്ചിട്ട് അടച്ചു വെച്ച് വേവിക്കാം. മീഡിയത്തിനെക്കാട്ടി കുറച്ച് വെക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. ഇപ്പോൾ ഈ കോളിഫ്ലവറൊക്കെ ഇവിടെ വെന്തിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ ഈ പൊടിച്ച് വെച്ച പൗഡർ ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില പൊടിയായിട്ട് അരിഞ്ഞത് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. നല്ലതായിട്ടൊന്ന് ഇളക്കിയിട്ട് ലോ ഫ്ലെയിമിൽ ഒന്ന് അടച്ചു വെക്കാം. 1 മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെക്കാം. ഇതിപ്പോൾ 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഒന്നും കൂടെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇനി അടച്ചു വെക്കണ്ട. 2 മിനിറ്റ് നേരം ഇതുപോലെ ഒന്ന് നിരത്തിയിട്ട് കൊടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിപ്പോൾ 2 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇതിലിട്ട് കുറച്ച് മല്ലിയില അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇത്രയേ ഉള്ളൂ. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കോളിഫ്ലവർ പെപ്പർ ഫ്രൈ ചെയ്ത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ. താങ്ക് യു.